ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാത്രി നികേഷിന്റെയും സുഭാഷിന്റെയും ഒപ്പം ഓട്ടോയിൽ കിളിക്കൂട്ടിലേക്ക് മടങ്ങി വരികയാണ് നിധി. വാ ഏട്ടത്തി എന്ന് പറഞ്ഞ സന്തോഷത്തോടുകൂടി അവരുടെ അരികിലേക്ക് ഓടി വരികയാണ് ഹരീഷ്. ഭാസ്കരനും വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. ഭാസ്കരനെ നോക്കി നിധി മനസ്സിൽ പറയുകയാണ്, ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ. സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ, നമുക്ക് അകത്തേക്ക് പോകാം. അപ്പൊ നികേഷ് ചോദിക്കാണ്, സുഭാഷ് ഏട്ടാ ആരതി എടുക്കണ്ടേ. അപ്പൊ സുഭാഷ് പറയണ, ആരതി എടുക്കണമെന്നുണ്ട്, പക്ഷെ അതെങ്ങനെ എടുക്കുക, അതിനൊക്കെ സ്ത്രീകൾ വേണ്ടേന്ന് ഭാസ്കരൻ ചോദിക്കും. ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ അതൊന്നും വേണ്ട, വാ നമുക്ക് അകത്തേക്ക് പോകാം. നികേഷ് പറയണ, ഏട്ടത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നിരിക്കുകയല്ലേ, അപ്പൊ അതൊക്കെ വേണ്ടേ. നിധി പറയണ, അതൊന്നും വേണ്ടടാ, വാ. അങ്ങനെ നിധി എല്ലാവരുടെയും ഒപ്പം അകത്തേക്ക് പോവുകയാണ്. നിധി ഭാസ്കരനെ നോക്കുന്നുണ്ട്. ടെൻഷനോടുകൂടി നിധി ഒന്ന് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് ഭാസ്കരൻ. ചുറ്റും നോക്കി നിധി ചോദിക്കുന്നു, സാർ എവിടെ, വീട് വിട്ടു പോയോ, എവിടെ അവന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധിയുടെ റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു, ആ റൂമിലുണ്ട്. ഇത് കേട്ട് സുഭാഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, അവിടെയോ. അപ്പൊ സുഭാഷ് ചോദിക്കണ, അവൻ ആ റൂമിൽ എന്ത് ചെയ്യുക, അവൻ അവിടേക്ക് പോയതിനു ശേഷമാണ് പ്രശ്നം തുടങ്ങിയത്, പിന്നെ അവൻ അവിടെ എന്ത് ചെയ്യുക, റൂം ക്ലീൻ ചെയ്യാൻ പോയതാണോ. അപ്പൊ ഹരീഷ് പറയുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ സുഭാഷ് ഏട്ടാ, എന്തിനാണെന്ന് അറിയില്ല. നിധി ചോദിക്കുന്നു, ഞാൻ വരുന്നത് സുധീഷ് അറിഞ്ഞല്ലേ. അപ്പൊ ഹരീഷ് പറയുകയാണ്, അറിയില്ല, സുധീഷ് ഏട്ടനോട് പറഞ്ഞില്ല. അപ്പൊ സുഭാഷ് പറയുകയാണ്, മോൾ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ഇവിടെ നിൽക്കുക, ഞാൻ തന്നെ പോകാം. അങ്ങനെ നിധി റൂമിലേക്ക് പോകുമ്പോൾ നികേഷും പതിയെ വാതിലിന്റെ അരികിലേക്ക് പോയി നിൽക്കുകയാണ്. പാട്ട് കേട്ട് കണ്ണടച്ച് നിധിയുടെ ബെഡിൽ കിടക്കുകയാണ് സുധീഷ്. അരികിലേക്ക് വന്ന നിധി സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുഭാഷ് പറയുന്നു, എന്താടാ ഇവൻ ഇങ്ങനെ. നിധി ഇനിയും ദേഷ്യപ്പെടും. നികേഷ് ചോദിക്കണ, സുഭാഷ് ഏട്ടാ എന്തിനാ സുധീഷ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ണു തുറന്ന സുധീഷ് നിധിയെ കണ്ട് ഞെട്ടി എഴുന്നേറ്റിരിക്കുകയാണ്. വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു, സ്വപ്നമാണോ. അപ്പൊ നിധി പറയുകയാണ്, ഹലോ ഇത് ഞാൻ തന്നെയാ. അരികിലേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ സുധീഷൻ എന്ത് ചെയ്യുക. ഏട്ടത്തി തിരിച്ചു വന്നു. ഏട്ടത്തിയുടെ റൂമിൽ സുധീഷൻ എന്ത് ചെയ്യുക. ഞെട്ടി അവിടെ എഴുന്നേറ്റ് സുധീഷ് ചോദിക്കുന്നു, എന്ത് തിരിച്ചു വന്നോ, എന്ത് തിരിച്ചു വന്നോ. അങ്ങനെ ബോധം കെട്ട് ബെഡിലേക്ക് വീഴുകയാണ് സുധീഷ്. ഇതുകൊണ്ട് നിധിയും നികേഷും കണ്ണു തള്ളി മുഖത്തോട് മുഖം നോക്കുകയാണ്. നികേഷ് ഉറക്കെ സുധീഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് സുധീഷ്. നികേഷ് ചോദിക്കുന്നു, എന്ന് സുധീഷ് ഏട്ടാ. അപ്പൊ സുധീഷ് പറയുന്നു, ഷോക്കില് ബോധം കെട്ട് വീണതാടാ. ശരിക്കും നിധി തിരിച്ചു വന്നതാണോ. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് വീട് വിട്ടു പോകാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. സത്യമാണോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ ഏട്ടത്തി തിരിച്ചു വന്നു, ദയവ് ചെയ്ത് സുധീഷ് ഏട്ടൻ ഇവിടുന്ന് പോ, പുറത്തു പോ സുധീഷ് ഏട്ടാ. നിധി ചോദിക്കുന്നു, സുധീഷ് ഇവിടെ എന്ത് ചെയ്യുക, ഇത് എന്റെ റൂമാ. കൈകൂപ്പി സുധീഷ് പറയുന്നു, അയ്യോ മേഡം വരുമെന്ന് സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. ഹാളിലിരുന്നാൽ എന്നോട് ആരും സംസാരിക്കുന്നില്ല, സംസാരിച്ചാലും എന്നെ വഴക്ക് പറയുകയാ ചെയ്യുന്നത്. എന്റെ കയ്യിൽ ലൈസൻസും ഇല്ല, ജോലിയില്ല, പുറത്തു പോയി ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഭ്രാന്ത് പിടിച്ചുപോയി ഇവിടെ കിടന്ന് പാട്ട് കേൾക്കുകയായിരുന്നു. തെറ്റായി പോയി മേഡം, അറിയാതെ വന്നു പോയതാ. അങ്ങനെ ഫോണൊക്കെ എടുത്ത് കൈകൂപ്പി സുധീഷ് പറയുന്നു, ക്ഷമിക്കണം മേഡം. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ നികേഷും പോകുന്നു. സുഭാഷ് ചോദിക്കുന്നു, എടാ നീ അകത്ത് എന്ത് ചെയ്യുകയായിരുന്നു. സുധീഷ് പറയുന്നു, ക്ഷമിക്ക് ബ്രദർ സാർ, ഞാൻ അറിയാതെ അകത്തേക്ക് പോയതാ. മേഡം ശരിക്കും വന്നതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എന്റെ ഭാഗത്തെ തെറ്റ്, ക്ഷമിക്കണം. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് പറയുന്നു, ഇവന് വട്ട, മോൾ എന്തെങ്കിലും പറഞ്ഞോടാ. അപ്പൊ നികേഷ് പറയുകയാണ്, പ്രശ്നമൊന്നുമില്ലെന്നാ തോന്നുന്ന സുഭാഷ് ഏട്ടാ. അങ്ങനെ നികേഷ് നിധിയുടെ ബാഗ് കൊണ്ട് കൊടുക്കുകയാണ്. താങ്ക്സ് ഇടാ എന്ന് പറഞ്ഞ് നിധി ആ ബാഗ് വാങ്ങുമ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തി റെസ്റ്റ് എടുക്ക്. തുടർന്ന് സുഭാഷ് ഉണ്ടാക്കിയ ഭക്ഷണം സന്തോഷത്തോടു കൂടി കഴിക്കുകയാണ് നിധി. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി അവിടെ ഭക്ഷണം കിട്ടുന്നില്ലായിരുന്നോ. പുഞ്ചിരിച്ച നിധി പറയുകയാണ്, ആ ഹോസ്റ്റലിലെ ഭക്ഷണം കൊള്ളില്ലായിരുന്നു. സുഭാഷ് ഏട്ടന്റെ ഭക്ഷണം എനിക്ക് മിസ് ചെയ്തു. ഞാൻ തിരിച്ചു വരാൻ ഒരു കാരണം സുഭാഷ് ഏട്ടന്റെ ഫുഡാ. ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ്. കസേരയിലിരിക്കുന്ന സുധീഷും നിധിയെ ശ്രദ്ധിക്കുന്നു. ഭാസ്കരൻ അവിടേക്ക് വരുമ്പോൾ സുഭാഷ് പറയുന്നു, ഇരിക്കച്ച. അപ്പൊ നിധി പറയുകയാണ്, ഇരിക്കെ. ഇത് കേട്ട് ഭാസ്കരൻ അവരുടെ ഒപ്പം അവിടേക്ക് ഇരിക്കുമ്പോൾ നിധി ഇടയ്ക്കിടയ്ക്ക് ഭാസ്കരനെ നോക്കുന്നുണ്ട്. ഭാസ്കരൻ സുധീഷിനെയും ശ്രദ്ധിക്കുന്നു. സുഭാഷ് ഭാസ്കരന് ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ ചിക്കനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ് നീ കഴിക്കുന്നില്ലേ. അപ്പൊ സുധീഷ് പറയുകയാണ്, ആരും എന്നെ കൂട്ടാറില്ലല്ലോ, ഇവിടെ ഉണ്ട് ഒരാൾ പോലും എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും കാണുന്നില്ല. ഇത്രയും പേരുള്ള വീട്ടില് ഒരു വാക്ക് പോലും സംസാരിക്കാൻ ആളില്ലാതെ ഞാൻ എത്ര നാൾ തനിച്ചിരുന്നു. അപ്പൊ നിധി പറയുകയാണ്, ഈ പച്ചമുളക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുകയാണല്ലോ അല്ലേ സുഭാഷ് ഏട്ടാ. ഇത് കേട്ട് സുധീഷ് നിധിയെ നോക്കുമ്പോൾ നികേഷ് ഹരീഷും ചിരിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, മനസ്സിലാവുന്നുണ്ട്, എന്നെയാ പറഞ്ഞെന്നും മനസ്സിലായി, ഞാൻ പച്ചമുളകിനെ കുറിച്ചാ പറഞ്ഞതെന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, വാടാ വന്ന് കഴിക്ക്. അപ്പൊ സുധീഷ് പറയുകയാണ്, എനിക്കിപ്പോ വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ പിന്നെ കഴിച്ചോളാം. നിധി ചോദിക്കുന്നു, സുധീഷ് എപ്പോഴാ ഇവിടുന്ന് പോകുന്നത്. ഇത് കേട്ട് സുധീഷ് ഞെട്ടി എല്ലാവരെയും നോക്കുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് എന്നെ അറിയാമോ, സുധീഷ് ഇവിടെ വന്ന് പോകാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്, എന്നിട്ട് പോകാതെ ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ പൊയ്ക്കോളാം നിധി, എന്നെ പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഈ രാത്രി റോഡിലൂടെ പോകുമ്പോൾ ഒരു സുരക്ഷിതത്വം കിട്ടില്ലല്ലോ, നേരം വെളുത്താൽ ഉടനെ പൊയ്ക്കോളാം, നിധി വിഷമിക്കേണ്ട. ഇത് കേട്ട് നിധി പറയുന്നു, ശരി പക്ഷെ പറഞ്ഞതുപോലെ പോയിരിക്കണം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, പോകാം. സുഭാഷ് ചോദിക്കുന്നു, നീ എവിടാടാ പോവുക. അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ എവിടെയെങ്കിലും പോട്ടെ, സുഭാഷേട്ടൻ എന്താ പ്രശ്നം. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നോർത്ത് ഇന്ത്യ ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ നീ എന്നോട് ചോദിക്ക്, ഞാൻ റൂട്ട്
പറഞ്ഞുതരാം. എവിടെ പോണം, എവിടെ താമസിക്കണോന്ന്. ഇത് കേട്ട് അവിടെ ഇരിക്കുന്ന ആ കൈലി എടുത്ത് ഭാസ്കരന്റെ തോളിലേക്ക് അടിക്കുകയാണ് സുധീഷ്. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഒരാൾ ഭക്ഷണം കഴിക്കുന്ന കണ്ടൂടെ, എന്തിനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? സുധീഷ് പറയുകയാണ്, പറയുന്ന കേട്ടാത്തൊന്നും നോർത്ത് ഇന്ത്യയിലെ 4-5 സ്റ്റേറ്റിന് ഗവർണർ ആയിരുന്നു എന്ന്. എവിടെ പോണെന്ന് എനിക്കറിയാം, നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക്. വാ അടച്ച എങ്ങനെയാടാ കഴിക്കുക? നോൺസെൻസ് എന്ന് പറഞ്ഞ് ഭാസ്കരൻ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. സുഭാഷ് പറയുന്നു, ഇന്ന് ഈ വീട്ടിൽ വിളക്ക് തെളിഞ്ഞതുപോലെയുണ്ട്. അപ്പൊ ദിഗേഷ് പറയുകയാണ്, അതെ ഏട്ടത്തി, ഏട്ടത്തി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ വീടിനൊരു തെളിച്ചം ഉണ്ടായത്. പെട്ടെന്ന് ഏട്ടത്തി ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ വീട് പഴയതിനെക്കാട്ടിലും മോശമായി. ഏട്ടത്തി ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു വീടല്ലാതായി പോയേനെ. ഭാഗ്യം കൊണ്ടാ ഏട്ടത്തി തിരിച്ചു വന്നത്. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അതേ മോളെ, മോള് വന്നതിന് ശേഷമാണ് ഈ വീട്ടില് 1000 വാട്ട്സ് ബൾബ് ഇട്ടതുപോലെയുള്ള പ്രകാശം. ഇത് കേട്ട് നിധി ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കിയിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് നിധി ഹാളിലിരിക്കുമ്പോൾ കുറച്ചിപ്പുറത്തായി ഇരിക്കുകയാണ് ഹരീഷും നികേഷും. പച്ചക്കറികളും വാങ്ങിക്കൊണ്ട് സുധീഷ് അവിടേക്ക് വരുന്നു. നീ വന്നോന്ന് ചോദിച്ച സുഭാഷ് അവിടേക്ക് വരുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ പറഞ്ഞു വിട്ട് എല്ലാം വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഉണ്ടോന്ന് നോക്ക്. അടുത്തുള്ള കടയിലോ ഒന്നുമില്ലായിരുന്നു, കുറെ ദൂരം പോയാ വാങ്ങിയത്. എല്ലാം സുഭാഷേട്ടന് വേണ്ടിയാ. നിധി പറയുകയാണ്, വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയല്ലേ വാങ്ങിക്കൊണ്ടുവരുന്നത്, എല്ലാവരും കൂടിയല്ലേ കഴിക്കുന്നേ, പിന്നെന്താ സുഭാഷേട്ടന് വേണ്ടി മാത്രമാണ് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് പറയുന്നത്? സുഭാഷേട്ടൻ ദിവസവും പാചകം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയാ പാചകം ചെയ്തെന്ന് പറയാറുണ്ടോ? കൈകുപ്പി സുധീഷ് പറയുന്നു, അയ്യോ മേഡം തിരിച്ചു വന്ന കാര്യം ഓർക്കാതെ പറഞ്ഞു പോയതാ. എടാ നികേഷ്, നിന്റെ പനിയൊക്കെ മാറിയല്ലോ. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി വന്ന ഉടനെ ഞാൻ നോർമലായി സുധീഷ് ഏട്ടാ. അപ്പൊ സുധീഷ് പറയണ, എന്നാലും നിനക്ക് പനി വന്നതൊക്കെ കുറച്ച് ഓവറാടാ. നീ നോർമലായില്ല നികേഷ് എന്ന നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ഞാൻ നോർമലായി ഏട്ടത്തി, ഒരു പുതിയ എനർജി കിട്ടിയതുപോലെ ഉണ്ട്. അപ്പൊ സുധീഷ് പറയണ, നിധി വരുമെന്ന് എനിക്ക് മുന്നേ അറിയായിരുന്നു. ഇത് കേട്ട് നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധി തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അവള് കഴുത്തിലെ താലി അഴിച്ചോ? ഇല്ലല്ലോ. നിധി തന്റെ താലിയിലേക്ക് പിടിച്ചു നോക്കുമ്പോൾ ഹരീഷ് മനസ്സിൽ പറയുകയാണ്, ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞോളൂ. സുഭാഷും അവിടേക്ക് വരികയാണ്. സുധീഷ് പറയുകയാണ്, എത്ര ദേഷ്യപ്പെട്ടു പോയാലും നിധി കഴുത്തിലുള്ള താലി അഴിച്ചിട്ടില്ല. അപ്പോഴേ എനിക്കറിയായിരുന്നു നിധിക്ക് ഈ വീടുമായി ഒരു ബന്ധമുണ്ടെന്ന്. ദേഷ്യപ്പെട്ടു പോയവരാണെങ്കിൽ താലിയൊക്കെ എപ്പോഴേ അഴിച്ചു കളയേണ്ടതാ, പക്ഷെ അഴിച്ചില്ല. അപ്പോഴേ എനിക്കറിയായിരുന്നു നിധി തിരിച്ചു വരുമെന്ന്. നിധി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിധിയുടെ കഴുത്തിൽ ഈ താലി ഉള്ളപ്പോൾ ഈ വീട്ടിലേക്ക് വരണമെന്ന് നിധിക്ക് തോന്നിയില്ലേ? അതുകൊണ്ടല്ലേ നിധി തിരിച്ചു വന്നത്? നിധി ചോദിക്കുന്നോ, അങ്ങനെയാണോ? അപ്പൊ സുധീഷ് പറയണ, അതെ നിധി താലി അഴിക്കാതിരുന്നില്ലേ? ഐ ലൈക്ക് ദാറ്റ്. ഇത് കേട്ട് നിധി സുധീഷിന്റെ അരികിലേക്ക് വരികയാണ്. എല്ലാവരും ടെൻഷനോടുകൂടി നിധിയെ നോക്കുമ്പോൾ സുധീഷും പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. നിധി തന്റെ താലി ഊരി സുധീഷിന്റെ നേരെ നീട്ടുന്നു. സുധീഷ് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിധിയെ നോക്കുമ്പോൾ സുഭാഷും നികേഷും ഹരീഷും എല്ലാം ഞെട്ടി നിൽക്കുകയാണ്. ഹരീഷ് മനസ്സിൽ പറയുന്നു, ഈ സുധീഷ് ചേട്ടന് ഒന്ന് മിണ്ടാതിരുന്നൂടെ? വെറുതെ ഓരോന്ന് ചോദിച്ചു വാങ്ങുകയാ, ഇതിന്റെ ആവശ്യമുണ്ടോ? താലി നീട്ടിക്കൊണ്ട് നിധി പറയുന്നു, ദാ സുധീഷ്, എന്താണെങ്കിലും ഈ താലി ഈ വീട്ടിലെ അല്ലേ, സൂക്ഷിച്ചു വെച്ചോളൂ. സുഭാഷ് മനസ്സിൽ പറയുന്നു, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ നിനക്ക്? സുധീഷ് ടെൻഷനോടുകൂടി സുഭാഷിനെ ഹരീഷിനെ നികേഷിനെ നോക്കുകയാണ്. നിധി താലി സുധീഷിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. സുധീഷ് പറയുകയാണ്, നിധി പറഞ്ഞ ഉടനെ താലി അഴിച്ചു തന്നോ? അപ്പൊ നിധി പറയുകയാണ്, ഇത് പറഞ്ഞോണ്ടല്ലേ ഇത്രയും നേരം ലെക്ചർ എടുത്തത്. സുധീഷ് പറഞ്ഞ റീസൺ കൊണ്ടൊന്നും അല്ല ഞാൻ ഈ താലി കഴുത്തിലണിഞ്ഞിരുന്നത്. ഇത് കഴുത്തില് ഡിസൈൻ ആയിട്ടുള്ള ഒരു ചെയിൻ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതൊരു താലിയാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് ഞാൻ ഇത് കഴുത്തിലിട്ടുകൊണ്ട് നടന്നത്. ഇനി സുധീഷ് തന്നെ ഇത് വെച്ചോ. അങ്ങനെ അകത്തേക്ക് പോകാനായി തുടങ്ങുന്ന നിധി തിരിഞ്ഞെന്ന് പറയുന്നു, സുധീഷ് ഇത് ഗോൾഡാ, സൂക്ഷിച്ചു വെക്കണം, അവിടെ ഇവിടെയും കൊണ്ടിട്ട് നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ താലിയും പിടിച്ച് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുധീഷ്. സുഭാഷും ഹരീഷും വിഷമത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ നികേഷ് ഇറക്കെ പറയുന്നു, ഏട്ടത്തി 10-15 ദിവസത്തിനുള്ളിൽ പുറത്തുള്ള ബാത്റൂമിന്റെ പണി കഴിയും, തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്. നിധി പറയുന്നു, ഓക്കേടെ നികേഷ്. സുധീഷ് ചോദിക്കുന്നു, എടാ അവള് താലി അഴിച്ച എന്റെ കൈ തന്നിട്ട് പോകുന്നു, അപ്പൊ നിനക്ക് ബാത്റൂമിനെ പറ്റി പറയുന്നതാണോ അത്യാവശ്യം? സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, നീ നിന്റെ നാവ് വെച്ച് വെറുതെ ഇരിക്കില്ലേ? അപ്പൊ ഹരീഷ് പറയണ, അങ്ങനെ ചോദിക്കും സുഭാഷ് ഏട്ടാ, ഏട്ടത്തിയുടെ കാര്യം നോക്കി ഇരിക്കുകയല്ലായിരുന്നു, വെറുതെ താലി അത് ഇതെന്ന് പറഞ്ഞ് ഇപ്പൊ അഴിച്ചു തന്നില്ലേ, സൂക്ഷിച്ചു വെച്ചോ. അപ്പൊ സുധീഷ് പറയണ, എടാ ഹരീഷ്, അവളിങ്ങനെ അഴിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കോ അവള് പറഞ്ഞ കാര്യം നീ ശ്രദ്ധിച്ചായിരുന്നു? താലി കയ്യിലേക്ക് തരുമ്പോൾ സൂക്ഷിച്ചു വെച്ചോന്ന് പറഞ്ഞു തന്നത്, അതിന്റെ അർത്ഥം എന്താ? തിരിച്ചു വന്ന ഇത് വാങ്ങുമെന്നല്ലേ? അപ്പൊ ഹരീഷ് പറയണ, അങ്ങനെയൊന്നുമല്ല, സ്വർണ്ണ ചെയിന വിറ്റ് തൊലക്കരുത്, ഇത് സുധീഷിന്റെ അല്ല സുധീഷിന്റെ അമ്മയുടെയാ, സൂക്ഷിച്ചു വെക്കെന്ന് പറഞ്ഞിട്ടാ പോയത്. ഇതൊന്നും നിധി പറഞ്ഞില്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയണ, ആ അർത്ഥത്തിലാ ഏട്ടത്തി പറഞ്ഞിട്ട് പോയത്, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. അപ്പൊ സുധീഷ് പറയണ, പക്ഷെ ഒരു കാര്യം ഉണ്ടടാ, ഇത് നമ്പർ 1 ദ്രോഹികളുടെ കുടുംബമാ, നിങ്ങൾക്കാർക്കും എന്നെ കുറിച്ച് ഒരു വിചാരം ഇല്ലല്ലേ? അവള് താലി അഴിച്ച് എന്റെ കൈ തന്നിട്ട് പോകുന്നു, ആരെങ്കിലും ഒരാൾ തടഞ്ഞോ? അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുകയല്ലായിരുന്നു. അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ ഞാൻ ഭയന്നു പോയി. ഇത് കേട്ട് സുധീഷ് പറയണ, നികേഷ് നീ മാത്രമേ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ നികേഷ് പറയണ, അതല്ല സുധീഷ് ഏട്ടാ. സുധീഷ് ഏട്ടൻ പറഞ്ഞത് കേട്ട് ഏട്ടത്തി വീണ്ടും ദേഷ്യപ്പെട്ടു പോകുമെന്ന് ഞാൻ പേടിച്ചു. ഭാഗ്യം ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്തില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, അതാ നിനക്ക് നിന്റെ ചേട്ടന്റെ ജീവിതത്തെ കുറിച്ചൊന്നും വിഷമമില്ലല്ലോ. നിന്റെ കാര്യം പോട്ടെ, സുഭാഷ് ഏട്ടന് പോലും എന്നോടൊരു സ്നേഹമില്ലല്ലോ, ഇങ്ങനെ നട്ടുവെച്ച മരം പോലെ നിൽക്കുകയല്ലേ? സുഭാഷ് ചോദിക്കുന്നു, ഞാനെന്ത് ചെയ്യാനാടാ? അപ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടനൊന്നും
ചെയ്യാൻ പറ്റില്ലല്ലോ. പോയി ഇഡലി ഉണ്ടാക്ക്. അപ്പൊ ഹരീഷ് പറയുകയാണ്, വായി വന്നത് ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് സുധീഷ് ഏട്ടൻ ഇവിടെയുള്ള എല്ലാവരെയും വഴക്ക് പറയുകയാണോ? കുറ്റപ്പെടുത്താൻ സുധീഷ് ഏട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആള്. അപ്പൊ സുധീഷ് പറയണ, എടാ അവള് താലി അഴിച്ച് എന്റെ കയ്യിൽ തന്നിട്ട് പോയപ്പോൾ എന്റെ വിഷമം എന്താണെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പോൾ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. അപ്പോൾ സുധീഷ് പറയുകയാണ്, എന്നെ കുറ്റപ്പെടുത്തിക്കോ, പക്ഷെ എനിക്ക് വേണ്ടി ആരും അവളോട് ഒരു വാക്ക് പോലും പറഞ്ഞു പോകരുത്. എഴുതി വെച്ചോ. അധികം വൈകാതെ നിധി തന്നെ എന്റെ അടുത്ത് വന്ന് പറയും ഈ താലി കഴുത്തിൽ അണിയിക്കണമെന്ന്. അന്ന് ഞാൻ കണ്ടോളാം നിങ്ങളെ എല്ലാവരെയും. അങ്ങനെ താലിയുമായി പുറത്തേക്ക് പോകുന്ന സുധീഷ് ഓർക്കുകയാണ് നിധി താലി അഴിച്ചു കൊടുത്തത്. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ്, താലി അഴിച്ചു തന്നാൽ എല്ലാം തീർന്നു എന്നാണോ അർത്ഥം? നിധിയുടെ കഴുത്തിൽ ഈ താലി വീണ്ടും അണിയുന്നത് വരെ ഇത് എന്റെ കഴുത്തിൽ കിടക്കട്ടെ. അങ്ങനെ ആ താലി തന്റെ കഴുത്തിലേക്ക് അണിഞ്ഞ് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്